ദോഹയുടെ രാത്രിയെ കീറിമുറിച്ച ആ ഭീതി നിറഞ്ഞ ശബ്ദം അത് വെറുമൊരു സ്ഫോടനമല്ല, മധ്യപൂർവേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ കുലുക്കുന്ന ആക്രമണമായിരുന്നു. അതെ, ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണം. ദോഹ ഗൾഫ് ലോകത്തിന്റെ ഹൃദയഭൂമിയാണ്. ഖത്തറിന്റെ തലസ്ഥാനം. സുരക്ഷിതവും സമാധാനപരവുമായി കരുതിയിരുന്ന നഗരത്തിൽ ഇന്നലെ രാത്രി പൊട്ടിത്തെറിച്ചത് യുദ്ധത്തിന്റെ തീപ്പൊരിയാണ്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു, പലർക്കും പരിക്കേറ്റു. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ഈ ആക്രമണം ലോകരാഷ്ട്രത്തെ തന്നെ നടുക്കിയിരിക്കുകയാണ്. 2025 സെപ്റ്റംബർ 9 രാത്രിയാണ് നഗരത്തിന്റെ മധ്യഭാഗത്ത് ശക്തമായ സ്ഫോടന ശബ്ദം മുഴങ്ങിയത്. അത് ദോഹക്കെതിരെയുള്ള ഇസ്രായേൽ ആക്രമണമായിരുന്നു. ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ചർച്ചക്കായി ദോഹയിലെത്തിയ ഹമാസിന്റെ മുതിർന്ന നേതാക്കളെയായിരുന്നു. അതായത് സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ തന്നെ നേതാക്കളെ ഇല്ലാതാക്കുക എന്നായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഡ്യൂട്ടിയിലായിരുന്ന കോർപ്പറൽ വാദർസാദ് മുഹമ്മദ് അൽ ഹുമൈദി അൽ ദോസരിയാണ് കൊല്ലപ്പെട്ട ലഖ്വിയ ഓഫീസർ. ഹമാസിന്റെ ഗാസയിലെ മുൻ തലവൻ ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹമാം ഖലീൽ അൽ ഹയ്യയും ഹമാസിന്റെ 4 നെഗോഷിയേറ്റർമാരുമാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ. ഖത്തറിന്റെ സാംസ്കാരിക കേന്ദ്രമായ ഖത്താറ കൾച്ചറൽ വില്ലേജിന് സമീപത്തെ ലക്താഫിയ ഏരിയയിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങൾ സംബന്ധിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ നേർക്കാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത്. ഗാസ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ ഖത്തറിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്ന സമയത്താണ് ഈ അപ്രതീക്ഷിത സംഭവം. ഒക്ടോബർ 7 ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിരുന്നു. ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം അമേരിക്ക മുൻകൂട്ടി അറിയിച്ചുവെന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും ഖത്തർ തള്ളിയിരിക്കുകയാണ്. സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതിന് ശേഷമാണ് അമേരിക്കയിൽ നിന്ന് ഫോൺ വന്നതെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അറിയിച്ചു. കൂടാതെ റഡാറുകൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും കണ്ടെത്താൻ പറ്റാത്ത ആയുധങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിച്ചതെന്ന് ഖത്തർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ രംഗത്തെത്തി. ഖത്തർ സർക്കാർ ഉടൻ തന്നെ ശക്തമായ പ്രതികരണം നടത്തി. ഭീരുത്വം നിറഞ്ഞ ഇടപെടൽ എന്നാണ് ആക്രമണത്തോട് ഖത്തർ പ്രതികരിച്ചത്. അന്താരാഷ്ട്ര നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങിയതായും ഖത്തർ വ്യക്തമാക്കി. ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചും ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചും സൗദി അറേബ്യ, UAE, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, തുർക്കി, ഈജിപ്ത്, ഇറാഖ്, കുവൈത്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളും രംഗത്തെത്തി. ഇസ്രായേൽ അതിന്റെ ക്രിമിനൽ നടപടികൾ തുടരുന്നത് അന്താരാഷ്ട്ര നിയമ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഇതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകി. ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണം ഭീരുത്വമായ പ്രവൃത്തിയാണെന്ന് UAE പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പ്രതികരിച്ചു. തുർക്കി പ്രസിഡന്റ് റെജിപ് തായിപ് എർദോഗാൻ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. ഇത് അന്താരാഷ്ട്ര നിയമലംഘനം മാത്രമല്ല, ഒരു രാഷ്ട്രം തന്നെ ഭീകരവാദം തന്റെ നയമായി സ്വീകരിച്ചതിന്റെ മാതൃക കൂടിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും മനുഷ്യാവകാശ സഹായത്തിന് വഴിയൊരുക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയും അടിയന്തരമായി യോഗം ചേർന്നു. ഇസ്രായേലിന്റെ ഈ നീക്കം ലോകത്തിലെ പല രാജ്യങ്ങളെയും വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് നേരിട്ടുള്ള ആഘാതമാണ് സംഭവിച്ചത്. ഇനി മുന്നോട്ടു പോകുന്ന വഴികൾ ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങളിലും ഖത്തർ സ്വീകരിക്കുന്ന നിയമ നടപടികളിലും ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങളിലും ആശ്രയിച്ചിരിക്കും. നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുമ്പോൾ അത് ഒരു രാജ്യത്തിന്റെ സുരക്ഷാ പ്രശ്നമല്ല, മറിച്ച് മനുഷ്യാവകാശ ലംഘനമാണ്. ഗസയെ ചുറ്റിപ്പറ്റി നടക്കുന്ന നിരന്തരമായ ആക്രമണങ്ങളും ഉപരോധങ്ങളും അവിടെയുള്ള മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും ഇല്ലാതാക്കുന്നു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം ശക്തമായി പ്രതികരിക്കേണ്ട സമയമാണിത്. ഭക്ഷണം, മരുന്ന്, വൈദ്യുതി, വെള്ളം, ജീവിക്കാൻ വേണ്ട ഏറ്റവും ലഘുവായ അവകാശങ്ങൾ പോലും അവിടെ ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. പട്ടിണി മൂലം മരിക്കുന്നവരുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു.
ഗസയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ നിലപാടല്ല, അതൊരു മനുഷ്യാവകാശ നിലപാടാണ്. ദോഹ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ ഗസയ്ക്ക് വേണ്ടി ഒന്നിച്ച് സംസാരിക്കുകയും നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാൻ നടപടിയെടുക്കുകയും ചെയ്യണം. ഗസയുടെ ശബ്ദം ലോകം കേൾക്കണം. ഇസ്രായേലിന്റെ ക്രൂരത അവസാനിക്കണം. ഇത് ഇനിയൊരു പ്രാദേശിക സംഘർഷമല്ല, ആഗോളതലത്തിൽ ഭീകരമായ പ്രത്യാഘാതങ്ങൾ വിതക്കുന്ന പുതിയ മുന്നറിയിപ്പാണ്.